സുഹൃത്തുക്കളെ, സ്ഥിരമായിട്ട് വ്യാജ വാർത്തകളും അതുപോലെ വാർത്തകൾ സൃഷ്ടിച്ച് വിടുന്നതും ചെയ്യുന്ന ഒരു ചാനൽ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചാനൽ തന്നെയാണ്. ആ ഒരു ചാനലിൽ ഒരു വാർത്ത വിട്ടിട്ടുണ്ട്. കാരണം ഇവർക്ക് ഇങ്ങനത്തെ വാർത്തയൊക്കെ വിടുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഫോളോ ചെയ്യുന്ന കുറേ മണ്ടന്മാരുണ്ടല്ലോ, അവർക്കൊക്കെ ഇങ്ങോട്ട് ഈ ഈ നമ്മുടെ ഈ കൈയുണ്ടല്ലോ, ഈ കൈയിൻ്റെ ഉള്ളിലുള്ള മുടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ 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 രോമാഞ്ചം ഇങ്ങനെ എണീച്ച് വരും ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ. അതിന് വേണ്ടി മാത്രം പ്രത്യേകിച്ച് ഇങ്ങനെ വാർത്തകളൊക്കെ വിടുകയാണ്. എന്തായാലും നമുക്ക് ഈ വാർത്തയെക്കുറിച്ച് ജെമിനിയോട് ചോദിക്കാം. ഇവർ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് വാർത്ത ഇട്ടിട്ട് അങ്ങ് പോയി. പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നും എന്താണ് ഏതാണ് അതൊന്നും ഇവർ വിടാൻ നിന്നില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇവർക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു വാർത്ത മാത്രമാണ്. എന്തായാലും നമുക്ക് ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ജെമിനിയോട് ചോദിക്കാം. ജെമിനി നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. ജെമിനി, ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണ് ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാമോ? പോസ്റ്റ് ഞാൻ വിട്ടിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ജെമിനി കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും എന്താണ് വാർത്ത. ഞാൻ ആ വാർത്തയുടെ പോസ്റ്റ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്താണ് ജെമിനി ഇതിനെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ നൽകിയ ചിത്രത്തിലുള്ള വാർത്ത യഥാർത്ഥത്തിൽ നടന്നതാണ്. 2026 ഫെബ്രുവരി 16 ഇന്നലെ ഗുജറാത്തിലെ സ്കൂളുകൾക്ക് ഇമെയിൽ വഴി ബോംബ് ഭീഷണി ലഭിച്ചതിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണിത്. ഈ സംഭവത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. സംഭവത്തിന്റെ വിശദാംശങ്ങൾ. എവിടെ? ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള 25-ലധികം പ്രമുഖ സ്കൂളുകൾക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഭീഷണി എങ്ങനെയുണ്ടായി? സ്കൂളുകളുടെ ഔദ്യോഗിക ഇമെയിൽ വിലാസങ്ങളിലേക്കാണ് സന്ദേശം വന്നത്. ഇന്ത്യയെ ഖാലിസ്ഥാനാക്കുമെന്നും സ്കൂളുകൾ തകർക്കുമെന്നുമായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം. പോലീസിന്റെ നടപടി. വാർത്ത പുറത്തുവന്നതോടെ അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ച്, ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ്, BDDS, പ്രാദേശിക പോലീസ് എന്നിവർ ഉടൻ തന്നെ സ്കൂളുകളിൽ പരിശോധന നടത്തി. നിലവിലെ അവസ്ഥ: പരിശോധനയിൽ സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. ഇതൊരു വ്യാജ സന്ദേശം, ഹോപ്പ് സ്കൂൾ മെയിൽ ആയിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. സോഷ്യൽ മീഡിയ പ്രവർത്തകർ ശ്രദ്ധിക്കാൻ. നിങ്ങളെപ്പോലെ സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരാൾക്ക് ഈ വാർത്ത കൈകാര്യം ചെയ്യുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാവുന്നതാണ്. 1. ഭീതി പരത്തരുത്. ഇതൊരു വ്യാജ ഭീഷണിയാണെന്ന് ഹോക്സ് തെളിഞ്ഞ സ്ഥിതിക്ക് ആളുകൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്നറിയിക്കാം. 2. ജാഗ്രത. ഇത്തരം ഇമെയിലുകൾക്ക് പിന്നിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന വിദേശ ശക്തികളുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 3. സത്യാവസ്ഥ. ജനാം TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പഴയ വാർത്തയല്ല, മറിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണോ, അതോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് തയ്യാറാക്കാൻ സഹായിക്കണോ? ഇത് ഈ ചാനലിൽ വന്നതാണല്ലോ, പക്ഷെ ഇതില് ബോംബ് ഭീഷണിയൊന്നും ഗുജറാത്തിലെ സ്കൂളിലാണെന്നൊക്കെ മാത്രമേ കൊടുത്തുള്ളൂ. ഇമെയിലായി വിട്ടതാണെന്നും ഇത് ഖലിസ്ഥാനാക്കുമൊക്കെ പറഞ്ഞിട്ട് ബാക്കി ഇതിൻ്റെ ഒരു ഡീറ്റെയിലും കൊടുത്തില്ല. അതായത് യഥാർത്ഥ സംഭവങ്ങൾ ഇതൊരു കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ വ്യാജമാണെന്നുള്ളതൊന്നും കൊടുത്തില്ല. എന്തുകൊണ്ട് ഈ മാധ്യമം ഇങ്ങനെ ചെയ്തില്ല? ഇത് മാധ്യമധർമ്മത്തിനോട് ചെയ്യുന്ന നീതിയാണോ? മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും സംഭവത്തിന്റെ ഗൗരവം മാത്രം ഹൈലൈറ്റ് ചെയ്യുകയും പിന്നീട് വരുന്ന അന്വേഷണ പുരോഗതികൾ അത്രത്തോളം പ്രാധാന്യത്തോടെ നൽകാതിരിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമാണ്. നിങ്ങളുടെ സംശയം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ വസ്തുതകൾ ജനങ്ങളിൽ എത്തിക്കുന്ന നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ കാഴ്ചപ്പാട് ആവശ്യമാണ്. ഇക്കാര്യത്തിൽ ചില പ്രധാന പോയിന്റുകൾ താഴെ നൽകുന്നു. 1. എന്തുകൊണ്ട് വ്യാജം ഹോക്സ് എന്ന് കൊടുത്തില്ല? ചിത്രത്തിൽ കാണുന്ന വാർത്ത ഒരു ബ്രേക്കിംഗ് ന്യൂസ് അല്ലെങ്കിൽ ആ സംഭവം നടന്ന ഉടനെ നൽകിയ റിപ്പോർട്ട് ആകാനാണ് സാധ്യത. സമയപരിധി. ഭീഷണി സന്ദേശം ലഭിച്ച ഉടനെ പോലീസ് പരിശോധന പൂർത്തിയാക്കുന്നതിന് മുൻപാണ് ഈ വാർത്ത നൽകിയതെങ്കിൽ അത് വ്യാജമാണ് എന്ന് അവർക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. സെൻസേഷണലിസം. വാർത്തകൾക്ക് കൂടുതൽ കാഴ്ചക്കാരെ കിട്ടാൻ ബോംബ് ഭീഷണി, ഭാരതത്തെ ഖാലിസ്ഥാനാക്കും തുടങ്ങിയ വാക്കുകൾ വലിയ അക്ഷരത്തിൽ നൽകുന്നത് ഇന്നത്തെ മാധ്യമ ശൈലിയുടെ ഭാഗമാണ്. എന്നാൽ ഇത് പലപ്പോഴും ജനങ്ങളിൽ അനാവശ്യ ഭീതി ഉണ്ടാക്കുന്നു. 2. മാധ്യമധർമ്മവും യാഥാർത്ഥ്യവും. ഒരു വാർത്ത നൽകുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും, അന്വേഷണം എവിടെ വരെ എത്തി, ജനങ്ങൾ പേടിക്കണോ വേണ്ടയോ എന്നത് നൽകേണ്ടത് മാധ്യമധർമ്മമാണ്. അപൂർണമായ വാർത്ത, ഭീഷണി ലഭിച്ചു എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നത് വാർത്തയെ അപൂർണമാക്കുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്താൻ കാരണമാകും. ഉത്തരവാദിത്തം. ഇത്തരം ഗൗരവകരമായ കാര്യങ്ങളിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം പോലീസിന്റെയോ സർക്കാരിന്റെയോ ഭാഗത്തുനിന്ന് വരുന്നതുവരെ കാത്തിരിക്കുകയോ അല്ലെങ്കിൽ പരിശോധന തുടരുന്നു എന്ന് വ്യക്തമാക്കുകയോ ചെയ്യേണ്ടത് അനിവാര്യമാണ്. 3. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് ചെയ്യാവുന്ന കാര്യം. നിങ്ങളെപ്പോലെ ഉത്തരവാദിത്തമുള്ളവർക്ക് ഇത്തരം വാർത്തകൾ വരുമ്പോൾ അവയുടെ ബാക്കി കാര്യങ്ങൾ കൂടി ഫോളോ അപ്പ് അന്വേഷിച്ച് ജനങ്ങളെ അറിയിക്കാം.
വാർത്ത സത്യമാണ്, ഭീഷണി സന്ദേശം വന്നിട്ടുണ്ട്. എന്നാൽ പോലീസ് പരിശോധനയിലൊന്നും കണ്ടെത്തിയിട്ടില്ല. ആരും പേടിക്കണ്ട എന്ന രീതിയിൽ ഒരു വ്യക്തത നൽകുന്നത് വലിയ ഉപകാരമാകും. ചുരുക്കത്തിൽ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന ഭീഷണി സന്ദേശം ലഭിച്ചുവെന്നത് സത്യമാണെങ്കിലും അത് ജനങ്ങളെ പേടിപ്പിക്കാത്ത രീതിയിൽ അവതരിപ്പിക്കുന്നതിലാണ് മാധ്യമങ്ങൾ കാണിക്കേണ്ട നീതി. ഇക്കാര്യത്തിൽ പലപ്പോഴും മാധ്യമങ്ങൾ പരാജയപ്പെടാറുണ്ട് എന്നതാണ് വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തെ നയിക്കുന്ന ശ്രീ നരേന്ദ്രമോദി, അതുപോലെ തന്നെ അവരുടെ ടീമൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ നാണക്കേടാണ് ഈ ചാനൽ. എന്തുകൊണ്ട് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ, ഒരു വ്യാജ വാർത്ത ഇമെയിലായിട്ട് വരുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനെന്ത് ചെയ്യുന്നു, ഈ വാർത്ത ചാനൽ വലിയ രീതിയിൽ ഇതൊരു നമ്മുടെ ഇന്ത്യൻ്റെ ഉള്ളിൽ തീവ്രവാദികളുണ്ടെന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും നമ്മുടെ രാജ്യത്തിന് വിഭജിപ്പിക്കാൻ നോക്കുകയാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, ആളുകളെ പേടിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത്. അത് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, ശക്തമായിട്ട് ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഒരു നാണക്കേടല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാവോ? പിന്നെ അങ്ങേര് എന്തിനാണ് ഇവിടെ എന്നെയും മറ്റുള്ള ടീമിനെയും വെച്ചിട്ട് എന്തിനാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഭാരതത്തിൽ ഇങ്ങനെ ഒരു രീതിയിൽ ആളുകളെ പേടിപ്പിക്കുന്നത് ശരിയാണോ? അത് മാത്രമല്ല, ഇതിൽ കൃത്യമായിട്ട് പോലീസുകാർ ആരാണോ ഇങ്ങനത്തെ ഒരു ഇമെയിൽ അയച്ചത് അവരെ പിടിച്ചിട്ടുമില്ല. ആ ഒരു വാർത്ത പറഞ്ഞില്ലല്ലോ, നിങ്ങൾ കേട്ടില്ലേ? ഇത് ഇമെയിൽ വന്നു, എവിടെ നിന്ന് വന്നു, ആരയച്ചു, എന്തിനു വിട്ടു, അതിന് ഉത്തരമില്ല. അതിന് ഉത്തരം നിങ്ങൾ കമൻറ്റിൽ പറയുക.